ഇരുട്ടുമൂടിയ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് ചന്ദ്രകിരണങ്ങൾ ഇറങ്ങി വന്നു. ദൂരെ ഇരുട്ടുപോലെ അവന്റെ മൃതദേഹം ഭീമസേനൻ ഒരു നോക്ക് കണ്ടു. വീരസ്വർഗമില്ലാത്ത കാട്ടാളന് ആരും ചിതയൊരുക്കിയില്ല. കാട്ടാളന്റെ മരണം പാടിപ്പുകഴ്ത്തേണ്ട വീരചരിതവുമായില്ല. ഭീമസേനന്റെയും ഹിഡുംബിയുടെയും മകൻ ഘടോൽക്കജൻ ഭഗവാൻ കൃഷ്ണനു പോലും വെറും കാട്ടാളനായിരുന്നു. ഘടോൽക്കജൻ വധിക്കപ്പെട്ട രാത്രിയിൽ വിലാപത്തിനു പകരം ആഘോഷമാണ് വേണ്ടതെന്നുപോലും കൃഷ്ണൻ പറഞ്ഞുവെച്ചു. ചത്തത് രാക്ഷസനാണ്. അർജുനനു വേണ്ടി കർണൻ കരുതിവച്ച ഏകപുരുഷഘാതിനിയായ വൈജയന്തിവേൽ ഘടോൽക്കജനു നേരെ ഉപയോഗിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലായിരുന്നു കൃഷ്ണൻ. അപ്പോൾ ഏകചക്രയ്ക്കു പോകുമ്പോൾ ഗർഭാവസ്ഥയിലുണ്ടായിരുന്ന ഹിഡുംബിയെ ഭീമസേനൻ പിന്നീട് കണ്ടതുപോലും വിരളമായിരുന്നു. എന്നിട്ടും പിതാവിനും ബന്ധുക്കൾക്കും വേണ്ടി പലപ്പോഴായവൻ ഓടിവന്നു. ഗന്ധമാദന പർവ്വതം കയറുമ്പോൾ തളർന്നു വീണ ദ്രൗപദിക്കവൻ കട്ടുവല്ലക്കുരുക്കി. ദ്രൗപദിയെ കയ്യേറ്റം ചെയ്ത ജഡന്റെ തലയെറുത്ത് അവൾക്ക് കാഴ്ചവെച്ചു. അർജുനന്റെ മകൻ ഇരാവാനെ കൊന്ന അലംബുഷന്റെ തലയെറുത്ത് ദുര്യോധനന്റെ ദൃതട്ടിലേക്കെറിഞ്ഞു. അവനാണ് മരിച്ചു കിടക്കുന്നത്. ഭീമന്റെ ചോര ഒരു വിനാഴിക മാത്രം മനസ്സിൽ ഹസ്തിനപുരം ഭരിച്ച് സ്ഥാനത്യാഗം ചെയ്ത രാജാവ് ഇരുട്ടിലും ചിരിച്ചു.